അത് ആ വണ്ടി മുകളിൽ നിന്ന് ആ കോൺക്രീറ്റ് ചെയ്ത റോഡിൽ നിന്ന് അവിടെ നിന്നാണ്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ്ട് നിയന്ത്രണം വിട്ടിട്ട് അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കിൻ്റെ മേലെ തട്ടി അവിടെ ഒരു ആലിൻ്റെ കൊമ്പുണ്ട്, അതിനും തട്ടി താഴ്ത്തിക്കൊണ്ട് വീണ്. ഒരാൾ ആ കൊമ്പിന് അവിടെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നത്, മറ്റാളിവിടെ താഴത്ത് വീണ് കിടക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് എന്നെടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ മുകളിലുള്ള ഒരാളാണ് ഓട്ടോ ഡ്രൈവർ, മേലങ്ങാടിയുള്ള ആളാണ്. ഓട്ടോ മറിഞ്ഞ് ഒരാൾ മരക്കൊമ്പിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. രണ്ടാമത്തെയാൾ താഴേക്ക് വീണു. ഈ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പ്രദേശത്ത് മതിയായ സംരക്ഷണ സംവിധാനങ്ങൾ വേണമെന്നാണ്. ഇതിപ്പോൾ ഒരു 120 അടി താഴ്ചയുണ്ട് താഴത്തേക്ക്. അപ്പോൾ അത് വേണ്ടപ്പെട്ട അധികാരികളെത്തി പരാതി കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ മാറി മാറി വരുന്ന ഭരണസമിതി അത് ഇതിന് ഇത് കാണുന്നില്ല. അതാണ് ഒന്നാമത്. അപ്പോൾ എന്തായാലും നല്ലൊരു കൈവരി വരണം. ജനങ്ങളെ സേഫ്റ്റിയാണല്ലോ ആവശ്യം. അപ്പോൾ ഉയരില്ലാത്തൊരു വിഷയമാണ്. കൈവരി നല്ല ഹൈറ്റ് വേണം. ഒരാളെ ഹൈറ്റ് തന്നെങ്കിലും കൈവരി വേണം. അങ്ങോട്ട് നോക്കിയിട്ട് കാണാൻ പറ്റാത്തൊരു കണ്ടീഷനിലാവണം. സ്കൂൾ കുട്ടികൾ അതേമാതിരി എയ്സ് 2-3 എയ്സ് ഡെയിലി ഇതിൽ പാസ് ചെയ്യണതാണ്. അപ്പം ഒന്ന് ബൈക്കുകളാണ് കൂടുതൽ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളല്ലേ, ബൈക്കായിട്ട് വരുന്നതും തന്നെ ഒരു വേറെ കോലത്തിലാണ്. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ യാത്രക്കാരനുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ വെള്ളിയാഴ്ച രാവിലെ നിയന്ത്രണം വിട്ട് റോഡരികിലെ വെള്ളം കെട്ടി നിൽക്കുന്ന ക്വാറിയിലേക്കാണ് വീണത്. യാത്രക്കാരനും ഡ്രൈവർക്കും പരിക്കേറ്റു. യാത്രക്കാരൻ ചേപ്പലിക്കുന്ന് സ്വദേശി അയ്യപ്പൻ, ഓട്ടോ ഡ്രൈവർ മേലങ്ങാടി സ്വദേശി സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇരുവരെയും സമീപത്തെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കൂടുതൽ പരിക്കുള്ള അയ്യപ്പനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. താലൂക്ക് ആശുപത്രിയിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കും അനുബന്ധ സർക്കാർ ഓഫീസുകളിലേക്കും മറ്റുമായി ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ്. ബ്ലോക്ക് ഓഫീസ് കഴിഞ്ഞാൽ ചേപ്പലിക്കുന്ന് വരെ പരിസരങ്ങളിലായി ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്നുമുണ്ട്. തിരക്കേറിയ വീതി കുറഞ്ഞ റോഡിൽ അപകട സാധ്യത ഏറെയാണ്. അപകടം നടന്ന സ്ഥലത്ത് കൈവരി ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് എയർ 1.